നിയമസഭയിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് തവനൂർ MLA KT ജലീൽ. സർ, ഇപ്പോ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു പൊതുവികാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തും ചെയ്യണമെന്നുണ്ടോ, നിങ്ങൾക്ക് ആളുകളെ കൊല്ലണമെന്നുണ്ടോ, നിങ്ങൾക്ക് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തണമെന്നുണ്ടോ, നിങ്ങൾക്ക് വഞ്ചിക്കണമെന്നുണ്ടോ, ചതിക്കണമെന്നുണ്ടോ, ബി എ കോൺഗ്രസ് മാൻ, ബി എ UDF പേഴ്സൺ, ബി എ ലീഗ് മാൻ. എങ്കിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളുടെ പരിലാളന നിങ്ങൾക്ക് കിട്ടും. ഇവിടുത്തെ ഏമാന്മാരായിട്ടുള്ള കോട്ടിട്ടവരുടെ പരിലാളന നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ജാമ്യം നിഷേധിക്കില്ല, മുൻകൂർ ജാമ്യം കിട്ടും. നിങ്ങളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല. കാരണം നിങ്ങൾ കോൺഗ്രസോ ലീഗോ UDF ആയിക്കോളൂ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണനയും കിട്ടില്ല. യു വിൽ ബി ജയിൽഡ്. അത് ഒരു തെളിവില്ലെങ്കിലും നിങ്ങൾ ജയിലിൽ അടക്കപ്പെടും എന്ന സന്ദേശമാണ് കുറച്ചു കാലമായി നമ്മളുടെ സംസ്ഥാനത്ത് പലരും നൽകിക്കൊണ്ടിരിക്കുന്നത്. പലരും. സാർ, എത്രമാത്രം ക്രൂരമായ സംഭവമാണ് വയനാട്ടിൽ നടന്നത്. അതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എന്താണ് സാധിക്കാത്തത്? അവസാനം എന്താണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, വിജയനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കും. അവസാനം ഗോവിന്ദൻ മാസ്റ്റർക്ക് പറയേണ്ടി വന്നില്ലേ, കോൺഗ്രസെ നിങ്ങൾ വിജയന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ബാധ്യത തീർത്തില്ലെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന്. അപ്പോഴല്ലേ നിങ്ങൾക്കൊരു അനക്കമുണ്ടായത്? ഇങ്ങനെ വഞ്ചിക്കുന്നവരുടെ, ചതിക്കുന്നവരുടെ കൂടാരമായി എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി മാറുന്നത്? സിദ്ദീഖ് അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയനാട്ടിലെ DCC ട്രഷറർ വിജയന്റെ കാര്യത്തിലും സംഭവിച്ചത്. സാർ, വിജയൻ കോൺഗ്രസിനെ സ്നേഹിച്ചു എന്ന തെറ്റേ ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസിനുകാരനായി ജീവിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. SI പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കാതെ വിജയനെ പോലെ ഒരാൾ വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ കേഡറായിട്ട് ഉണ്ടാകണം എന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ പോലും താല്പര്യപ്പെട്ടു. അങ്ങനെയാണ് SI ആയി CI ആയി എവിടെയോ എത്തേണ്ടിയിരുന്ന വിജയൻ അവസാനം കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിൽക്കുകയും കോൺഗ്രസിന്റെ DCCയുടെ ട്രഷറർ ആവുകയും ചെയ്തത്. ആ വിജയനെയാണ് സഹപ്രവർത്തകർ ചേർന്ന് വഞ്ചിച്ചത്. വഞ്ചന അതിരുവിട്ടപ്പോ, എല്ലാ അതിർവരമ്പുകളും അത് ഭേദിച്ചപ്പോ, വിജയന് തന്റെ ഭിന്നശേഷിക്കാരനായ മകന് വിഷം നൽകി സ്വയം വിഷം കഴിച്ച് മരിക്കേണ്ട ദുര്യോഗമുണ്ടായി. സാർ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ച് ആളുകൾ നിൽക്കുക? സ്വന്തം സഹപ്രവർത്തകരാൽ അതിഹീനമായി വഞ്ചിക്കപ്പെട്ടതിന് ശേഷം അത് സഹിക്കവയ്യാതെ സ്വന്തം ഭിന്നശേഷിക്കാരനായ മകന് വിഷം കൊടുത്ത് മരിക്കുന്ന ഒരു രക്ഷിതാവിന്റെ മുഖം ആ ഭാഗത്ത് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു. സാർ, എന്ത് സിദ്ദീഖ് സംസാരിച്ചപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല സാർ. അതിൽ യാതൊരു തരത്തിലുള്ള ന്യായവും ന്യായീകരണവും ഇല്ല.